നെഹ്റു ഗ്രൂപ്പിന്റെ കോയമ്പത്തൂർ കോളേജിലും വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ക്ലാസ് ബഹിഷ്കരിച്ച് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നു. ജിഷ്ണുവിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. കൂടുതൽ വിവരങ്ങളുമായി ലതീഷ് ചേരുന്നു. ലതീഷ്, അവിടുത്തെയും നെഹ്റു കോളേജിൽ പ്രതിഷേധമുണ്ട്. അജിംഷാദ്, കോയമ്പത്തൂർ നെഹ്റു ഗ്രൂപ്പിന്റെ കോളേജിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് ഇവിടെ ഉള്ളത്. അവിടെയും ഇന്ന് ജിഷ്ണുവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പാമ്പാടിയിലേതിന് സമാനമായതോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയ സാഹചര്യങ്ങൾ ഇവിടെയും നിലനിൽക്കുന്നതായാണ് വിദ്യാർത്ഥികൾ നമ്മോട് പറയുന്നത്. എന്നാൽ അവർ പേര് വെളിപ്പെടുത്താനോ പരസ്യമായി രംഗത്ത് വന്ന് ഈ കാര്യങ്ങൾ പറയാനോ അവർ ധൈര്യപ്പെടുന്നില്ല. കാരണം മറ്റൊരു സംസ്ഥാനമാണ് എന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നിലനിൽപ്പ് പോലും ഭീഷണിയാവും എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഞങ്ങൾ ഏത് ശബ്ദ സന്ദേശങ്ങൾ ഞങ്ങൾ കൈമാറാം, അല്ലാതെ ഇവർ നേരിട്ട് വന്നുകൊണ്ട് ഞങ്ങളുടെ അഭിമുഖം എടുക്കാനോ മറ്റോ ഒന്നുമുള്ള പെർമിഷൻ ഇവിടെ ഇല്ല. അത്തരത്തിലുള്ള വലിയ തോതിലുള്ള പീഡനം ഇവിടെ നടക്കുന്നു എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അവിടെ PE അധ്യാപകനായ സെന്തിൽ എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നത്. ശിക്ഷാ നടപടികൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നതെന്നും അവർ പറയുന്നു. പാമ്പാടി നെഹ്റു കോളേജിൽ ഇടിമുറിയുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് സമാനമായ ഇടിമുറി ഇവിടെയും കോയമ്പത്തൂർ നെഹ്റു കോളേജിലും ഉണ്ടെന്നാണ് വിദ്യാർത്ഥികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സെന്തിൽ എന്ന് പറയുന്ന അവിടുത്തെ PE അധ്യാപകനാണ് കുട്ടികളെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം വടിയും എടുത്ത് നിൽക്കുന്ന ഫോട്ടോ ഉൾപ്പെടെയുള്ളവ കുട്ടികൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതന്നെയാണ് ലതീഷ്, ഇന്നലെ ഇത്തരത്തിൽ ഒരു വാർത്ത നൽകുകയും ഇതേ സംബന്ധിച്ച് ജിഷ്ണുവിന് നീതി ലഭിക്കണമെന്ന #ക്യാമ്പയിനോട് കൂടി നമ്മൾ ചർച്ച സംഘടിപ്പിച്ചപ്പോൾ നിരവധി കോളുകളാണ്, നൂറുകണക്കിനല്ല അതിനപ്പുറത്തേക്ക് കോളുകളാണ് എത്തിയത്. അവിടുത്തെ വിദ്യാർത്ഥികളായിരുന്നു ഭൂരിഭാഗവും. അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഞെട്ടിപ്പോയി. ഒരു പക്ഷേ പെൺകുട്ടികൾ വയറുവേദനയുമായുള്ള വരുന്ന പെൺകുട്ടികളെ സംബന്ധിച്ച് പോലും അവർ പറയുന്നു റൂം പോലും തരില്ല, മരത്തിന്റെ ചുവട്ടിൽ നിർത്തും. അതിനുശേഷം ഈ ഇടിമുറി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഏത് ചെറുതും വലുതുമായ കുറ്റത്തിന് നേരത്തെ പറഞ്ഞ സെന്തിൽ എന്ന ആളുടെ നേതൃത്വത്തിൽ വലിയ ഇടിയാണ്, അതിന് പ്രത്യേകം മുറി, ഇത്തരത്തിലുള്ള ഒരുപാട് ക്രൂരതകളാണ് നെഹ്റു കോളേജ് നടത്തുന്നത്. ഇത് ആ കോളേജിന്റെ മുഴുവൻ മാനേജ്മെന്റിന്റെ പൊതു സ്വഭാവമാണ് എന്ന തരത്തിലേക്ക് കൂടിയാണ് എത്തുന്നത്. കോയമ്പത്തൂരിലും ഇത്തരത്തിൽ പ്രതിഷേധം വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്നു, ജിഷ്ണുവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ മാനേജ്മെന്റിന്റെ വാദങ്ങൾ മുഴുവൻ പൊളിയുകയാണ്. കൃത്യമായി മാനേജ്മെന്റ് നടത്തുന്നതിനെതിരെ പ്രതിഷേധം അലയടിക്കുകയാണ്. തീർച്ചയായും അജിംഷാദ്, വലിയ ശക്തമായ ഒരു പ്രതിഷേധമാണ് കോയമ്പത്തൂർ നെഹ്റു കോളേജിൽ ഇന്ന് നടന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ കേരളത്തിൽ പോലും പ്രവർത്തിക്കുന്ന സ്വാശ്രയ കോളേജുകളിൽ സംഘടനാ സ്വാതന്ത്ര്യമില്ല എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ചില പ്രശ്നങ്ങൾ പലപ്പോഴും മൂടിവെക്കപ്പെടുന്നത് എന്നതും തീർച്ചയായും ലതീഷ് ഇതിലേക്ക് എത്താം.